ഇലക്ട്രൽ ബോണ്ട് അഴിമതി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കോർപ്പറേറ്റുകളുടെ പണം ബോണ്ട് വഴി വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPM എന്നും ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചവരാണ് തങ്ങളെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയാണ് അതുവഴി BJP നേരിട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നതാണ് സത്യം. സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനിയാണെന്നാണ്. അഴിമതിയുടെ അങ്ങേ തലയായിട്ട് രാജ്യം എത്രയോ കാലമായിട്ട് വിമർശനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നാണ് ആയിരക്കണക്കിന് കോടി റുപ്യ യഥാർത്ഥത്തിൽ 2020 പ്രധാനപ്പെട്ട അവർക്ക് 2020 BJP ആണ് നേടിയിട്ടുള്ളത്. കോർപ്പറേറ്റുകളുടെ പണം ഇലക്ട്രൽ ബോണ്ടിന്റെ ഭാഗമായിട്ട് വാങ്ങില്ല എന്ന് തീരുമാനിച്ച് അത് SBIയിൽ രജിസ്റ്റർ ചെയ്യാത്ത പാർട്ടിയാണ് CPIM ഉം CPI. CPIM സ്വീകരിച്ച നിലപാട് സീതാറാം യെച്ചൂരി തന്നെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയും ആ സുപ്രീം കോടതിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി നിർത്തലാക്കാൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന രീതിയിൽ തന്നെ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. സെയ്ഫ് സലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചർച്ചാ വിഷയമായി ഇലക്ട്രൽ ബോണ്ടിലെ വിവരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ എന്താണ് CPM പാർട്ടി സെക്രട്ടറിയുടെ പ്രതികരണം? ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് CPM-നെതിരെ ചില തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിക്കുന്നുണ്ട്. ദിവ്യ, CPM-നും CPI-ക്കും പണം കിട്ടിയില്ല എന്ന തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് ബോണ്ട് വഴി പണം വാങ്ങില്ല എന്ന് തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPM. ഇലക്ട്രൽ ബോണ്ടിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് CPM ആണ്. എന്നിട്ടും മറ്റു ചില പ്രചരണങ്ങൾ നടക്കുകയാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം. അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് BJP-ക്കാണ് എന്ന് വ്യക്തമായിട്ടുണ്ട്. അങ്ങനെ കോർപ്പറേറ്റുകളുടെ പണം വഴി രാജ്യത്ത് ഉണ്ടായ ഏറ്റവും വലിയ അഴിമതികളിൽ ഒന്നാണ് ഇത് എന്ന രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കൂടി ഇടതുമുന്നണി കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് രംഗത്ത് CA-ക്കൊപ്പം തന്നെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയവും വലിയ രീതിയിൽ ചർച്ചയാക്കി മാറ്റാൻ വേണ്ടിയുള്ള തീരുമാനം CPM നേതൃത്വം എടുത്തിട്ടുണ്ട്. സെയ്ഫ് സലബ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. ബോണ്ടിനെതിരെ കോടതിയെ സമീപിച്ചത് CPM ആണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം.